ദ റൈറ്റ് ടൈം, തക്ക സമയം. തക്ക സമയം എന്ന് പറയുമ്പം നമ്മുടെ സമയമല്ല, ദൈവത്തിനൊരു സമയമുണ്ട്. ആ കറക്റ്റ് ടൈം, ഓൺ ദ ഡോട്ട്, കറക്റ്റ് ടൈമിൽ അത് സംഭവിച്ചിരിക്കും. അത് ദൈവത്തിന് തെറ്റുപറ്റും. നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നെങ്കിൽ വെറുതെ. ഞാൻ കഴിഞ്ഞ ഈ TV പ്രോഗ്രാമത്തിന് തന്നെ കഴിഞ്ഞ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു സാബത്ത് റെസ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നന്നായി. കർത്താവ് ഞാൻ ചോദിച്ചു, ഓഗസ്റ്റ് മാസം തൊട്ട് നവംബർ വരെ, അങ്ങനെയാണ് ദൈവം എന്നോട് പറയുന്നത്, ഓഗസ്റ്റ് തൊട്ട്. അപ്പോൾ ഞാൻ സാബത്തിനെ കുറിച്ച് നോക്കാൻ നോക്കാം. അതെന്താ സാബത്ത്? ഇപ്പം ഞാനതെല്ലാം ദൈവവേലയാണ് ചെയ്യുന്നത് കൂടുതൽ. അപ്പം ദൈവം എനിക്ക് ഉൽപ്പത്തി 2:3 പറഞ്ഞു, അവൻ സകല പ്രവൃത്തിയിൽ നിന്നും പൂർത്തീകരിച്ച് നിവൃത്തനായി, അതായത് തീർത്ത് കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷമായിട്ട് റെസ്റ്റ് ചെയ്യും. റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവം പറയുന്നു, ഞാനതിനെ അനുഗ്രഹിച്ചു, പിന്നെ പറയുന്നത് ശുദ്ധീകരിച്ചു. അപ്പോൾ സാബത്ത് റെസ്റ്റ് കയറുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ദൈവം അനുഗ്രഹിക്കുമ്പോൾ നീ മടങ്ങി അവിടെ മര്യാദയ്ക്ക് ഇരിക്കുക. 2, ശുദ്ധീകരണം. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നും അല്ലേ. ശുദ്ധീകരണം എന്ന് പറയുമ്പം കേൾക്കുമ്പം പേടിയാണ്. ഇനി എന്താണ് നമ്മളിലുള്ള ജഡം അല്ലെങ്കിൽ കീടങ്ങൾ പൊങ്ങി വരുന്നത്. അപ്പം ദൈവം സദാസമയം ശുദ്ധീകരിക്കും. നമുക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രോബ്ലം, വിശ്വാസികൾ വചനം അറിയാം, അതെന്താ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം തരാത്തത്, എൻ്റേതിന് മാത്രം ഇത്ര താമസം എന്താ? നമ്മളെപ്പോഴും ചോദിക്കത്തില്ല, എൻ്റേതിന് മാത്രം എന്താ? ഒരു സമയം, ദൈവത്തിൻ്റെ സമയം നമുക്ക് മാറ്റാൻ അവകാശമില്ല. നമ്മൾ ഒത്തിരി നിർബന്ധിച്ച് ചിലപ്പം ചെയ്യും, പക്ഷേ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈം ഇല്ലേ? അങ്ങനെയുള്ള വചനം അതിലേക്ക് നോക്കാം. ഇതും നമ്മുടെ പ്രാർത്ഥനാ കൂട്ടത്തിലുള്ള വേറൊരു ഫ്രണ്ട് എടുത്താണ്, വളരെ അനുഗ്രഹമുള്ള 2 എടുക്കാണ്. 1 പത്രോസ് 5:6-7. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. എന്താണ്? അതുകൊണ്ട് തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. ഷുവറാണ്, ഒറ്റ ഡൗട്ടില്ല. ഒരു സമയം സ്വർഗത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇത്? ആരെങ്കിലും പറ. എൻ്റെ ബുദ്ധിയിൽ ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകളെ ഞാനധികം കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷം. സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടു. നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുന്നു മാർത്തയുടെയും മറിയയുടെയും കാര്യം. ഇപ്പോഴും മാർത്ത എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. വല്ലവരും വരുമ്പോഴത്തേക്ക് അടുക്കിപ്പെറുക്ക്, തൂക്കല്, കഴുകല്, ഭക്ഷണം ഉണ്ടാക്കല്, പാത്രം മേശപ്പുറത്തെടുത്ത് വെക്കണം, 100 കാര്യം. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം വരുന്നുണ്ട് യേശു വചനം കേൾക്കാൻ പറയും. നമ്മൾ കേൾക്കൂല. മറിയ ആ വീട്ടിൽ തന്നെയുള്ള സ്ത്രീയെ യേശു വന്നു. അപ്പുറത്തെ അടുക്കളയിൽ വലിയ ശബ്ദമുള്ളപ്പോഴും മറിയ ഇവിടെ ആരുടെ കീഴിലല്ല, യേശുവിൻ്റെ കാൽ കീഴിലിരിക്കുകയാണ്. എങ്ങനെ ചെയ്തെടുത്തു നമുക്ക് ഇഷ്ടപ്പെടുമോ? നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് അവളവിടെ ഇരിക്കുക, ഞാനിവിടെ കഷ്ടപ്പെടുകയാണ്. അത് തന്നെ അവൾ വന്ന് പറഞ്ഞു, മാർത്ത പറഞ്ഞു, കണ്ടില്ലേ ഈ മറിയ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ തന്നെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. അപ്പോൾ യേശു എന്താ പറഞ്ഞു? മാർത്തയെ, നീ പലതിനെ ചൊല്ലി ആകുലപ്പെടുകയാണ്. ഇതാണ് നമ്മുടെ സ്വഭാവം. എല്ലാത്തിനെയും ചൊല്ലി ഇത് എവിടുന്ന് കയറി വന്നെന്ന് അറിഞ്ഞുകൂടാ. ഇത് എങ്ങനെ മാറ്റണം നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ. പലതിനെ ചൊല്ലി ആകുലപ്പെടും. ഒന്നേ ആവശ്യമുള്ളൂ, നല്ല അംശം. അത് മറിയ തിരഞ്ഞെടുത്തു. എന്നാൽ പിന്നെ എല്ലാം ഇട്ടെറിഞ്ഞ് ചപ്പച്ചിൻ്റെ കാൽപ്പാത്തിൽ അല്പനേരം ഒന്ന് ഇരുന്നിട്ട് ഇന്നെന്നാ ചെയ്യേണ്ടത്, ഇന്നെന്ത് ചെയ്യണ്ട. അപ്പോഴാണ് നമുക്കിപ്പം ഇന്നലെ ഞങ്ങൾ തമിഴ്നാട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. പകുതി പോലെ തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് വരണ്ട, ഇന്ന് വിളവെടുക്കുന്നില്ല. ഒട്ടും സങ്കടം തോന്നാതെ കാറ് തിരിച്ച് വീട്ടിൽ തിരിച്ചു പോയി. അപ്പോൾ ഇന്നലത്തെ പ്രോഗ്രാം മുഴുവനും വേറെ അത് മാറ്റി വെച്ചാണ് നമ്മൾ ഇന്നലെ അത് വെച്ചിരുന്നത്. തിരിച്ച് പഴയ സ്വഭാവത്തിനാണെങ്കിൽ അവരെ വഴക്ക് പറയും, അത് നടത്തുന്ന മാനേജറിനെ വിളിച്ച് വഴക്ക് പറയും, അവരുടെ വണ്ടിക്കാരെന്താ 100 ചോദ്യം. ഇത് ഒരു ചോദ്യവും ചോദിച്ചില്ല. തിരിച്ചു പോയപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിന് വേറെന്തോ പ്ലാനുണ്ട്. അതുകൊണ്ട് ഇന്നലെ ടാക്സിൻ്റെ പേപ്പറുകളൊക്കെ നിരക്കാൻ നോക്കേണ്ടതെല്ലാം ശരിയായി. പേപ്പറിൽ അതിനകത്തുള്ള സിഗ്നേച്ചർ, ഈ സിഗ്നേച്ചർ, മറ്റേ സിഗ്നേച്ചർ, അതൊക്കെ ശരിയാക്കാനും അതിനുവേണ്ടി പല കാര്യങ്ങളും നന്മ ചെയ്യാൻ ഇന്നലെ ദൈവം അനുവദിച്ചു. എല്ലാം ഫ്രീ ആക്കി വെച്ച് തൻ്റെ കാര്യം ചെയ്യിപ്പിച്ചപ്പം അതിലൊരു ശാന്തത കണ്ടു. എപ്പോഴാണ് ഇത് നേടിയെടുത്തത്? പല വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ അടുക്ക ഇരുന്നപ്പം തിന്മയ്ക്കൊന്നും. ആദ്യത്തെ പ്ലെയിൻ പോകാനൊത്തില്ല. 2ാമത്തെ പ്ലെയിൻ പോകുമോ എന്ന് പേടിച്ചപ്പം
ആ പ്ലെയിന് 2 സീറ്റ് തന്നു. തക്ക സമയം, തെറ്റ് പറ്റത്തില്ല. അവൻ്റെ കാൽ കീഴിൽ മര്യാദയ്ക്ക് നീ ഇരിക്കുക, ബഹളം വെക്കാതെ. തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതുപോലെ തന്നെ യാക്കോബിൻ്റെ 4:10 പറയുന്നു. യാക്കോബിൻ്റെ 4:10 ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെയാണ് പറയുന്നത്. 4:10 കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ. വിറങ്ങും പോയല്ലേ? കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. നമുക്കെല്ലാം ഉയർച്ച, നമ്മളുടെ വിശ്വാസികൾക്കൊരു നിർബന്ധം വേണം, ഉയർച്ച ആഗ്രഹിക്കണം. എത്രത്തോളം? ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നിടത്തോളം. അതിൽ കൂടുതലൊന്നും വേണ്ട. അത് ചെറിയ കാര്യമല്ല. ടു നെഗേറ്റ് എവറി നെഗറ്റീവ് തോട്ട്സ്, ക്യാപ്ചർ എവറി തോട്ട്, ബ്രിങ് ഇറ്റ് അണ്ടർ ദ ഫീറ്റ് ഓഫ് ലോർഡ് ജീസസ്. അതായത് നമ്മൾ ദൈവത്തിന് വിപരീതമായി ഉയർന്നു വരുന്ന സകല ചിന്തകളും ഇടിച്ചു താഴ്ത്തി ദൈവാത്മാവിൽ ഉയരണമെന്ന്. അത് എളുപ്പമുള്ള കാര്യമാണ്. ദിനം പ്രതി ഒരാൾ ഭക്ഷണം നമുക്ക് കൊണ്ടു തന്നു, നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഇതെനിക്കിന്ന് വേണ്ട, എനിക്കിപ്പോൾ വിശപ്പില്ല. അവർ വലിയ കാര്യത്തിൽ നമുക്കുണ്ടാക്കി വെച്ചതാണ്. അല്പം വിനയപ്പെട്ട് അവരുടെ കൂടെ നിന്ന് കഴിക്കാൻ നമ്മൾ ചെയ്യത്തില്ല. ഒത്തിരിയും താഴാനിരിക്കുന്നു. മറ്റുള്ളവരുടെ വ്യസനത്തിൽ, അവരുടെ ഷൂസിനകത്ത് കാല് വെച്ചിട്ട് ഇന്ന് വരെ നമ്മൾ പ്രാർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാൻ സാധിക്കുന്നില്ല. സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. അത് സ്വയമേ ഒക്കത്തില്ല. കർത്താവിന് തക്ക സമയത്ത് അവൻ കടന്നു വരും. സങ്കീർത്തനം 45:4. സങ്കീർത്തനം 40 എന്ന് പറയുന്നത് 45 എന്ന് പറയുമ്പം വിവാഹത്തിൻ്റെ സങ്കീർത്തനമാണ്. ദൈവവും മണവാളിനും മണവാട്ടിയുമുള്ള സ്നേഹബന്ധം. അതിനകത്ത് 45:4 ഇങ്ങനെയാണ് പറയുന്നത്. നിൻ്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ച് തരുമാറാകട്ടെ. എന്താണ്? ചെറിയ കാര്യങ്ങളെന്താ? ഭയങ്കര കാര്യങ്ങളെ ഉപദേശിച്ച് തരുന്ന തൻ്റെ വലങ്കൈ നിനക്ക് അനുകൂലമാണെങ്കിൽ നീ അവൻ്റെ അടുക്കൽ ഇരിക്കണം. തക്ക സമയത്ത് അവൻ പറഞ്ഞു തരും. നമ്മൾ ഈ കോഴിയെ കഴുത്ത് കണ്ടിച്ചേച്ച് വിട്ടുന്ന കോഴികളെ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഒന്നും കാണാൻ, പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ വിട്ട് കഴിഞ്ഞാൽ ആ ദേശം മുഴുവൻ അത് പറന്ന് നടന്ന്, തലയില്ല, പക്ഷെ എന്നൊരു ബഹളമാണ്. അതുപോലെ പല സ്ത്രീകളും അടുത്തുനിന്ന്, പല സ്ത്രീകളെയും പുരുഷന്മാർക്ക് ഭയമാണ്. ഇവരെപ്പോഴാ? ഒരു സമയത്ത് വലിയ ചൂട്, ഒരു സമയത്ത് വലിയ തണുപ്പ്, ഒരു സമയത്ത് വലിയ സ്നേഹം, മറ്റേ സമയത്ത് ദുഃഖമാണ്, ഒരു സമയത്ത് നിരാശയാണ്, മറ്റേ സമയത്ത് സ്വർഗം വരെ ഇപ്പം പിടിച്ചെടുക്കാമെന്നും പറഞ്ഞു നടക്കും. എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് നമുക്ക് ബാലൻസ്? എല്ലാവർക്കും ഇങ്ങനെ ഇല്ലേ? അത് എനിക്ക് മാത്രമേ ഉള്ളൂ? അല്ല. ദിസ് ഈസ് ബിക്കോസ് വി ഹാവ് ദിസ് പ്രോബ്ലം. എല്ലാ സ്ത്രീകൾക്കും ഈ പ്രോബ്ലം ഉണ്ട്. അല്ലേ? ചോദിച്ചു നോക്കും. പുറമേ കാണിക്കുന്ന വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ തക്ക സമയം എന്ന് പറയുന്നത് മനസ്സിലാക്കാം. ഇനി തക്ക സമയം എന്താണെന്ന് നോക്കാം. പല എക്സാമ്പിൾ. ലാസറിൻ്റെ ഭവനം. എന്താണ്? ലാസർ മരിച്ചു, എല്ലാവർക്കും അറിയാവുന്നത്. 4 ദിവസമായിട്ട് യേശു വന്നില്ല. 11-ാം അധ്യായത്തിൽ 24-26 യേശു വന്നിട്ട് പല കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ യേശു പറയുന്നു, ഇല്ല, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം. ഉടനെ എന്താ പറയുന്നത്? മാർത്ത പറയുന്നു, അയ്യോ 4 ദിവസമായല്ലോ, സമയം കഴിഞ്ഞു പോയി, തക്ക സമയമൊക്കെ പോയി, 4 ദിവസമായല്ലോ, നാറ്റം വെച്ചല്ലോ, താമസിച്ചു പോയി. അന്ന് ദൈവം പറയുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വചനം വേഴ്സ് 40, യോഹന്നാൻ്റെ 11. അപ്പം വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ അവർക്കൊന്നും ഒരു വിശ്വാസം ഇല്ലായിരുന്നു. പക്ഷേ തീർന്നുപോയി എന്ന് കാണുന്ന സ്ഥലത്ത് യേശു ക്രിസ്തു കടന്നു വന്നിട്ട് പറയുന്നു, സ്ഥലം കാണിച്ചു തന്നെ. യേശു പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുപോയി കാണിക്കുക. എവിടെ? 4 ദിവസമായിട്ട് നാറ്റം വെച്ച ലാസറസിന് കല്ലുരുട്ടി മാറ്റുക. തക്ക സമയമായി. യേശു മുകളിലോട്ട് നോക്കി ദൈവത്തെ സ്തുതിച്ച് പിതാവിന്, ലാസറസ് കം ഫോർത്ത്. തക്ക സമയം. നാറ്റം വെച്ചെന്ന് പറഞ്ഞെടുത്ത് കർത്താവിൻ്റെ തക്ക സമയം 4 ദിവസം കഴിഞ്ഞപ്പോൾ. തെറ്റത്തില്ല, ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്നിടത്ത് നിൻ്റെ തക്ക സമയത്തിന് വേണ്ടി നീ നോക്കിയിരിക്കണം. വേറൊരാൾ പറയുന്നത് കേൾക്കല്ലേ. എൻ്റെ ദൈവം പ്രധാനത്വ പറഞ്ഞത്, വിശ്വസിച്ചാൽ നീ എൻ്റെ മഹത്വം കാണും. കണ്ടില്ലേ? അതൊരു തക്ക സമയം. നമുക്ക് നോക്കുമ്പം നാറ്റം വെച്ച. രണ്ടാമത്തേത് ഗദർസനത്തിൽ, മത്തായിയുടെ സുവിശേഷം 8:29, ഗദരദേശത്ത് അശുദ്ധാത്മാവുള്ളവനെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ അശുദ്ധാത്മാവുള്ളവൻ യേശുവിനെ കാണാൻ ഓടി വന്നിരിക്കുക. ഇവനെ ആരും വിളിച്ചൊന്നുമില്ല, പിശാചിനെ അറിയാമെന്ന്.
നിങ്ങളാരും മൈക്കൊന്നും ഇല്ലായിരുന്നു അന്ന്, മൊബൈലും ഇല്ലായിരുന്നു. അവനവിടെ വന്നിട്ടുണ്ട്. ഇവൻ വന്നപ്പോൾ എന്തുവാ പറഞ്ഞത്? അയ്യോ, സമയത്തിന് മുമ്പേ നീ എന്തിനാ വന്നതെന്ന്. ഇതിപ്പോൾ സമയത്തിന് മുമ്പായി. എന്തിനാ സമയത്തിന് മുമ്പേ വന്നു? പക്ഷേ ദൈവത്തിൻ്റെ തക്ക സമയം, അശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവനിൽ നിന്നും മാറിപ്പോയി. അവൻ പൂർണ്ണ രൂപമുള്ള, അതായത് പൂർണ്ണ മനുഷ്യനായിട്ട് അവൻ മാറി. അവൻ്റെ പിശാചിൻ്റെ ബാധ ഇറങ്ങി. 6000 ലീജിയനുള്ളവൻ തൻ്റെ സമയം, ദൈവത്തിൻ്റെ സമയമായപ്പം ഒരിക്കലും നടക്കാത്ത കാര്യം. മനുഷ്യൻ ഭയപ്പെട്ടെടുത്ത് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നു. അതുപോലെ തന്നെ കാറ്റിനെയും കോളിനെയും ശാസിച്ച് കടൽ ശാന്തമാക്കിവൻ. അതായത് സുവിശേഷം പറയാൻ അനുവദിക്കാത്തടത്ത് ഭൂതഗ്രസ്തനെ കൊണ്ട് സുവിശേഷം പറയിപ്പിക്കുന്ന ഒരു ദൈവം. ശരിയല്ലേ? ഗദരദേശം എന്ന് പറഞ്ഞിടത്ത് സുവിശേഷം പറയാൻ ഒക്കൂല. അവർക്കാർക്കും ദൈവത്തെ വേണ്ട. അവർക്ക് പന്നി വളർത്തലാണ് ഇഷ്ടം. മനസ്സിലാക്കുക. കുറച്ച് പന്നിയെയും കുറച്ച് കോഴികളെയും പശുക്കളെയൊക്കെ വളർത്തി കാശുണ്ടാക്കണം. അല്ലാതെ ഇവിടെ ദൈവത്തെ കേൾക്കാൻ ആർക്കാ നേരം? ഇല്ലേ? ഞായറാഴ്ച ഇന്ന് 4 പശുവിനെ വിൽക്കേണ്ട ദിവസം, വേറൊരു ദിവസം. ഇന്നെനിക്ക് അവിടെ പോകേണ്ട സ്ഥലമാണ്. ഇന്ന് വേറൊരാളുടെ ബാപ്റ്റിസത്തിന് അവിടെ പോകേണ്ടത്. എന്തെല്ലാം കാര്യം നമ്മൾ പറഞ്ഞു. എവിടെ? വചനം കേൾപ്പിക്കാത്തടത്ത്, പിശാചാണ് കേൾപ്പിക്കാത്തടത്ത്. എൻ്റെ ദൈവം ഇറങ്ങി വന്നപ്പോൾ ഗദരദേശത്തെ ഭൂതഭസ്തനായ മനുഷ്യനെ കൊണ്ട് വചനം കേൾപ്പിക്കാൻ ദൈവം ഇറങ്ങി. തക്ക സമയം. ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. പിന്നെ സഖറിയായിട്ട് ദൈവദൂതൻ വന്നു. സഖറിയ വിശ്വസിച്ചില്ല. സഖറിയയുടെ വായടച്ചു. തക്ക സമയം. കുഞ്ഞുണ്ടായപ്പോൾ പേരെഴുതാൻ കൊണ്ട് കൊടുത്തു. എന്ത്? സഖറിയ എന്നാന്ന പേര്? അല്ലല്ല, കൊണ്ടുവരാൻ പറഞ്ഞു. യോഹന്നാൻ എന്ന പേരിട്ടു. നാവിൻ്റെ കെട്ടഴിഞ്ഞു. തക്ക സമയം. 12 വർഷം രക്തസ്രവം കൊണ്ട് സ്ത്രീ പരവിശി. അവൾ യേശുവിനെ കേട്ട് വിശ്വസിച്ചു. ആ തൊങ്ങലെന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. അന്നവൾ യേശുവിൻ്റെ തൊക്കലെ തൊട്ടു. 12 വർഷം പോകാൻ ഇനി സ്ഥലമില്ല. തക്ക സമയമായപ്പോൾ 12 വർഷം കഴിഞ്ഞപ്പോൾ. അതുപോലെ തന്നെ 38 വർഷം ബെഥസ്ദാ കുളത്തിനോട് ആരും നോക്കാനില്ല. തക്ക സമയം. എൻ്റെ കർത്താവ് വന്നു. അവനെ വേറെ എത്ര പേരോടെ കിടപ്പുണ്ട്, അവരാരും കണ്ടില്ല. ഇവൻ്റെ തക്ക സമയം. ദൈവത്തിൻ്റെ ആത്മാവിൽ കർത്താവ് 38 വർഷം. ഇങ്ങനെയൊക്കെ നോക്കുമ്പം നാം തീർന്നുപോയി എന്ന് പറയുന്ന ദൈവം പ്രവർത്തിക്കുകയാണ്. മനുഷ്യൻ്റെ പ്രവൃത്തിയും അസ്തമിക്കുമ്പം ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങിയാണ്. കാരണം 118:15 ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ആരവം നമ്മുടെ ഭവനങ്ങളിലുണ്ടാണ്. നങ്കൂരമിടുക, ആഴമേറിയ വെള്ളത്തിലേക്ക് നങ്കൂരമിടുക. ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. അപ്പോൾ നമ്മളോട് കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവേൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. നിൻ്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു. അവൻ്റെ തക്ക സമയത്തിന് വേണ്ടി നോക്കും. വേറൊരാളുടെ തക്ക സമയം അല്ല നമ്മുടേത്. കേട്ടല്ലോ, എല്ലാത്തിലും വ്യത്യാസമുണ്ടായിരുന്നു. നമുക്കൊരു സമയമുണ്ട്. വിശ്വസ്തയോട് നഷ്ടപ്പെട്ടെന്ന് ലഭിക്കത്തില്ലെന്ന് വിചാരിച്ചിട്ട് വെച്ച് പിടിച്ച് പ്രാർത്ഥിക്കുകയും അവൻ്റെ കൈക്കീഴിൽ താണിരിപ്പീൻ, അവൻ നമ്മളെ ഉയർത്തും. അത് നമ്മൾ കാണും. പ്രാർത്ഥിക്കും. അത് തക്ക സമയം. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണി. വിറങ്ങും ഇരുത്തല്ലേ വെച്ച് ഞങ്ങൾ പരവശം പിടിച്ച് അവിടെ ഇവിടെയെല്ലാം ഓടും. ആ പ്രാർത്ഥന കേൾക്കാൻ പോയി, ഈ പ്രാർത്ഥന കേൾക്കാൻ അവിടെ പോയിരിക്കും. എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തിനാ? ഈ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കാൻ. പക്ഷെ തക്ക സമയമാകുമ്പോൾ നീ പേർ ചൊല്ലി വിളിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം. എൻ്റെ റോൾ കോള്, എൻ്റെ പേര് വിളിക്കുമ്പം ഞാൻ അവിടെ കാണണം കർത്താവേ. എൻ്റെ കുടുംബത്തിൻ്റെ, എൻ്റെ മക്കളുടെ, എൻ്റെ ആവശ്യത്തിന്. ഓരോ അമ്മയപ്പന്മാർ ഇങ്ങനെ ചിന്തിച്ചാൽ എല്ലാ കുടുംബത്തിനും വിടുതൽ. ഒരു റോൾ കോളിൻ്റെ ടൈമുണ്ട്. എപ്പോഴാണ് എൻ്റെ പേർ വിളിക്കുന്നത്? മതി. എത്രയോ മക്കൾ ഗാംബ്ലിങ് ചെയ്ത്, കള്ള് കുടിച്ച്, മ്ലേച്ഛമായ ജീവിതം, കുടുംബജീവിതം നശിച്ച് രോഗത്തിൽ കിടക്കുന്നവർ, നിത്യമായ നരകത്തിൻ്റെ അവസ്ഥയുള്ളവർ, കടബാധ്യർ, എത്ര പേർ എത്ര വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇതിനൊരു വിടുതലില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു തക്ക സമയം അവർക്ക് കൊണ്ടുവരുത്താൻ. നിൻ്റെ പുസ്തകത്തിൽ നോക്കാപ്പിച്ച അവയെല്ലാം ഡേറ്റിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ സമയത്തിന് വേണ്ടി നീ എനിക്ക് വെച്ചിരിക്കുന്ന തക്ക സമയം മനസ്സിലാക്കാൻ ഹൃദയം തരണമേ. നാഥൻ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. എൻ്റെ ഉടമസ്ഥനും നായകനും എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമായ ദൈവം എന്നോട് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം, ഞങ്ങളുടെ മഹത്വം അല്ല പച്ച,
നിൻ്റെ മഹത്വം. നിൻ്റെ വലത് കൈ ഭയങ്കര കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടി, അത് പ്രാപിച്ചെടുക്കുമ്പോൾ അതിൽ സന്തോഷിക്കാനുള്ള ഹൃദയത്തിന് വേണ്ടി ഞങ്ങളെ ഒരുക്കിയിട്ട് നിൻ്റെ മഹത്വത്തിൻ്റെ പാത്രങ്ങളാക്കി ഞങ്ങളുടെ തലമുറകളെ ആക്കിയെടുത്തിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. തക്ക സമയത്ത് ഉത്തരം അയക്കുമ്പം അത് ഞങ്ങൾ കാണും. എന്നാൽ ആത്മാവിൽ ഇപ്പോഴേ കാണുന്നു. സ്വർഗത്തിലൊരു ദിവസം എഴുതി വെച്ചിട്ടുണ്ട്. അത് വരട്ടെ അപ്പച്ച. അതുവരെ ക്ഷമയോടെ നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് നന്മ ചെയ്ത് നിൻ്റെ നാമത്തിൽ നന്മ ചെയ്ത് ജീവിപ്പാൻ, നിരാശ കൂടാതെ പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിച്ചാൽ. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ.